നമ്മുടെ പൂജയുടെ കിടിലൻ മറുപടി വായടച്ച് അനന്യ. അതേ പ്രേക്ഷകരെ, നമ്മുടെ അനന്യ ഭയങ്കര ഓവറാകുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മുടെ പ്രതീഷിൻ്റെ അച്ഛൻ്റെയും മോളുടെയും കാര്യത്തിൽ അത് നമുക്കറിയാം, നമ്മൾ വെറുത്തിരിക്കുകയാണ് ഇപ്പം അനന്യ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്വന്തം അച്ഛന് സ്വരമോളെ വിട്ടുകൊടുക്കാതെ ആ ഒരു സ്വാർത്ഥത ഇങ്ങനെ നിലനിർത്തി അനിരുദ്ധിനെയും ഭീഷണിപ്പെടുത്തി, മോളെ വിട്ടുകൊടുത്താൽ ഞാൻ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകും ഓർത്തോ എന്നൊക്കെ പറഞ്ഞു അവിടെയും ഭീഷണി, എല്ലാ സ്ഥലത്തും ഭീഷണി തന്നെ കേട്ടോ. ലാസ്റ്റ് ഇതേ നമ്മുടെ പൂജയ്ക്ക് നേരെയും ഭീഷണി തന്നെ കേട്ടോ. വേറെ ഒന്നുമല്ല, ഇനി പങ്കജിൻ്റെ കൂടെ വരെയും പോവുകയും ചെയ്യരുതെന്ന്. അപ്പം നമ്മുടെ പൂജ പറയുന്നുണ്ട് അത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടം പോലെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അനന്യ സമ്മതിക്കുന്നില്ല. നീ ഇങ്ങനെ നടക്കുമ്പോൾ ഈ നാട്ടുകാരൊക്കെ ചീത്തപ്പേരായിരിക്കും പറയാൻ പോകുന്നത്, നിനക്ക് തന്നെ ചീത്തപ്പേര്, ഈ വീട്ടിൽ താമസിക്കുന്ന ഞങ്ങൾക്കും കൂടി ചീത്തപ്പേരാണെന്നൊക്കെ പറഞ്ഞു അനന്യ ഭയങ്കരമായിട്ട് ആറാടുകയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ പൂജ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. പങ്കജിൻ്റെ കൂടെ വരുന്നതും പോകുന്നതാണ് നമ്മുടെ അനന്യയുടെ പ്രശ്നം. അപ്പോൾ പൂജ പറയുന്നുണ്ട് അവൻ എൻ്റെ കസിനാണ്, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അവൻ, അവൻ്റെ കൂടെ ഇനിയും പോവുകയും വരികയും ചെയ്യും, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജയും കിടിലനായിട്ട് തന്നെ മറുപടി കൊടുക്കുന്നുണ്ടല്ലോ. അവസാനം ഇവരുടെ ഒരു പോര് മുറുകുമ്പോൾ നമ്മുടെ സുമിത്ര വന്ന് ഇടപെട്ട് രണ്ടുപേരെ ആ ഒരു അനുനയിപ്പിച്ച് വിടുന്ന ഒരു രംഗമായിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രേക്ഷകരെ, എന്തായാലും നമ്മുടെ പൂജയും വിട്ടുകൊടുക്കുന്നില്ല, നമ്മുടെ അനന്യയും വിട്ടുകൊടുക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഒരു അടിപൊളി നാത്തോൻ പോലെ തന്നെ ആയിരിക്കും കാണാൻ പോകുന്നത്. ഇത് എവിടം വരെ ഈ ഉടക്ക് കൊണ്ടുപോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എന്തായാലും ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.